ഹലോ. ഷസാം മൈൻഡ്സിൽ വന്ന ഒരു യൂട്യൂബ് ഷോർട്സ് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഈ കക്ഷിയില്ലേ, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് സ്റ്റീവ് ജോബ്സ് നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ വന്ന കാര്യമാണ്. നൈനിറ്റാൾ ഉത്തരാഖണ്ഡിലുള്ള നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ വന്ന സ്റ്റീവ് ജോബ്സിന് പോകുന്നതിന് മുൻപ് ബാബ കടിച്ച ഒരു ആപ്പിൾ എറിഞ്ഞു കൊടുത്തെന്നും അത് പിടിച്ച സ്റ്റീവ് ജോബ്സിന്റെ ഉള്ളിലൂടെ ഒരു സ്പാർക്ക് കടന്നുപോയെന്നും അതാണ് ആപ്പിൾ എന്ന കമ്പനിയുടെ സ്ഥാപനത്തിന് കാരണമായെന്നും ആപ്പിളിന്റെ ലോഗോ അങ്ങനെ കിട്ടിയെന്നുമാണ് കക്ഷി പറയുന്നത്. എന്തായാലും ആയിക്കോട്ടെ, ഷസാം പറയുന്നത് ഇന്ത്യയിൽ സ്റ്റീവ് ജോബ്സ് വന്നത് ആശ്രമത്തിലേക്കോ സ്പിരിച്വാലിറ്റിയുടെ അന്വേഷണമായിട്ടോ ഒന്നുമല്ല. കക്ഷി വന്നത് വേറെ ചില കാര്യങ്ങൾക്കായിട്ടെന്നാണ്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് സൈക്കഡലിക് ഡ്രഗ്സ് അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലുള്ള ചില ഡ്രഗ്സിനോ LSDക്കോ ഒക്കെ വേണ്ടിയാണ് അദ്ദേഹം വന്നത് എന്നാണ് ഷസാം ഉദ്ദേശിക്കുന്നത്. ഇവർ രണ്ടുപേരും ശരിയുമാണ് തെറ്റുമാണ്. കാരണം സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിലേക്ക് വന്നത് സ്പിരിച്വാലിറ്റി അന്വേഷിച്ച് തന്നെയാണ്. അദ്ദേഹം 1974 തൻ്റെ സുഹൃത്തായ ഡാനിനോടൊപ്പമാണ് ഇന്ത്യയിൽ വന്നത്. അദ്ദേഹം വന്നിട്ട് നേരെ പോയത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാലിലുള്ള നീം കരോളി ബാബയുടെ ആശ്രമത്തിലേക്ക് തന്നെയാണ്. എന്നാൽ 1974 ഇദ്ദേഹം ആശ്രമത്തിലെത്തുമ്പോൾ ബാബ 1973 തന്നെ സമാധിയായിരുന്നു. അതുകൊണ്ട് ആ പ്രഭാഷകൻ പറഞ്ഞതുപോലെ കടിച്ച ആപ്പിൾ ക്യാച്ച് ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. അതെല്ലാം അങ്ങനെ വേണമായിരുന്നുണ്ടെങ്കിൽ സ്റ്റീവ് ജോബ്സ് ആപ്പിൾ കമ്പനിക്ക് പകരം വല്ല ടൈം ട്രാവലർ മെഷീനോ കണ്ടുപിടിച്ച് ഒരു വർഷം പിന്നിലേക്ക് പോകണമായിരുന്നു. അതിന് സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം ബാബയെ കണ്ടില്ല, പക്ഷെ ആശ്രമത്തിൽ താമസിച്ചു, ആശ്രമ പരിസരത്ത് താമസിച്ചു, ആ വില്ലേജൊക്കെ കറങ്ങി നടന്നു. ഏകദേശം 1 മാസത്തോളം അദ്ദേഹം ആ വില്ലേജിലുണ്ടായിരുന്നു. അന്നാണ് അദ്ദേഹം ഒരു കാര്യം റിയലൈസ് ചെയ്തത്: ഇന്ത്യക്കാരുടെ ചിന്താരീതിയും പാശ്ചാത്യരുടെ ചിന്താരീതിയും തമ്മിലുള്ള വ്യത്യാസം. പാശ്ചാത്യർ പുറമേയുള്ള കാഴ്ചകൾക്കും പുറമേയുള്ള കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുമ്പോൾ ഇന്ത്യൻസ് ആന്തരിക ജ്ഞാനത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇൻഡ്യൂഷൻസിലാണ് വിശ്വസിക്കുന്നത്, ഇൻഡ്യൂഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻഡ്യൂഷനാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്നും ലഭിച്ചത്. നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ എത്തിയ ശേഷം, ഇന്ത്യയിലെത്തിയ ശേഷം അദ്ദേഹത്തിന് ലഭിച്ചത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. അദ്ദേഹം താമസിച്ച റൂമിൽ മുൻപെന്നോ താമസിച്ച വിദേശികൾ വിട്ടിട്ട് പോയ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പരമഹംസ യോഗാനന്ദ എഴുതിയ പുസ്തകമുണ്ടായിരുന്നു. അദ്ദേഹം അത് വായിച്ചു. ഒരു തവണയല്ല, പലതവണ. അത് അദ്ദേഹത്തിന്റെ ചിന്തകളെ തന്നെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിന് ഇൻഡ്യൂഷൻ ലഭിച്ചു. അദ്ദേഹം തിരികെ US ചെന്ന് ആപ്പിൾ എന്ന കമ്പനി സ്ഥാപിച്ചു. അതായത് സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിൽ എത്തിയത് സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയും സ്പിരിച്വാലിറ്റിയുടെ ആന്തരിക അർത്ഥങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയും തനിക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുമെന്ന ചിന്തയിലും തന്നെയാണ്. അദ്ദേഹത്തിന് ഇവിടെ വെച്ച് ഇൻഡ്യൂഷൻ ഉണ്ടായി. അതാണ് ആപ്പിൾ എന്ന സ്ഥാപനത്തിലേക്ക് എത്തിച്ചത്. ആ ഭാഗത്ത് ആ പ്രഭാഷകൻ പറയുന്നത് ശരിയാണ്. സ്റ്റഫ് വന്നു എന്ന് ഷസാം പറയുന്നത് തെറ്റാണ്. സ്റ്റഫ് വാങ്ങാനല്ല സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിൽ എത്തിയത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണം, അതിന് ഉത്തേജകമായത് രാംദാസായി മാറിയ റിച്ചാർഡ് ആൽബർട്ട് എഴുതിയ ബി ഹിയർ നൗ എന്ന പുസ്തകമാണ്. ആ ബി ഹിയർ നൗ നീം കരോളി ബാബയുടെ ശിഷ്യപ്പെടലിന് ശേഷം രാംദാസായി മാറിയ റിച്ചാർഡ് ആൽബർട്ട് എഴുതിയ പുസ്തകമായിരുന്നു. അത് കണ്ടിട്ടാണ് അദ്ദേഹം സ്പിരിച്വാലിറ്റി അന്വേഷിച്ച് ഇവിടേക്ക് വന്നത്. ഇനി സ്റ്റീവ് ജോബ്സ് മാത്രമല്ല നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ വന്നിട്ടുള്ളത്. ഗൂഗിളിന്റെ സഹസ്ഥാപകനായ ലാരി പേജിനെ പോലുള്ള പ്രശസ്തർ ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച കാര്യങ്ങളായിരുന്നു. അതിനുശേഷമാണ് അവർ പല കാര്യങ്ങളും ചെയ്തത്. ഗൂഗിളിന്റെ സ്ഥാപനത്തിലേക്ക് തന്നെ നയിച്ചതിൽ പോലും ഇത്തരം യാത്രകൾ, ഇത്തരം സ്പിരിച്വൽ എൻഡവേഴ്സ് ഉണ്ടായിരുന്നു. 2008 സ്റ്റീവ് ജോബ്സ് മാർക്ക് സക്കർബർഗിനെ ഉപദേശിച്ചു നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ പോകാൻ. കാരണം അദ്ദേഹത്തിനും ആ സമയം വഴിമുട്ടി നിൽക്കുന്ന, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന പ്രചോദനമില്ലാതെ നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിൽ വന്നു, നൈനിറ്റാലിലെ നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ ചെന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞതെന്ന് മാർക്ക് സുക്കർബർഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ ഷസാം ആയാലും പ്രഭാഷകനായാലും ഗാലറിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. അണികളെ ആവേശഭരിതരാക്കാൻ, കാഴ്ചക്കാരെ ആവേശം കൊള്ളിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. അതിന് ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്ന കഥയാണെങ്കിലും
രണ്ട് കൈയും കൂട്ടിയടിച്ച് ഒരു പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന കഥയാണെങ്കിലും അതൊക്കെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി, അണികളെ ഒന്ന് ആവേശഭരിതരാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. തിരിച്ച് നേതാവിനെ ആവേശം കൊള്ളിക്കാൻ അണികളും ഇത്തരം തള്ളുകൾ തള്ളാറുണ്ട്. 4, 3, 7 പേരുള്ള ജാഥയ്ക്ക് അണികൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കും, ലക്ഷം ലക്ഷം പിന്നാലെ എന്ന്. നേതാവിനും അറിയാം ലക്ഷം ലക്ഷം ഒന്നും പിന്നാലെയില്ല, പക്ഷേ അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്, ഒരു സന്തോഷമാണ്, ഒരു ഊർജമാണ്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം ഈ പ്രഭാഷകൻ ഒന്ന് തള്ളി, ഷസാം അതിന് പകരം തിരിച്ചൊന്ന് തള്ളി, അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത്, മരിച്ചവരെ ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. ഇതോടൊപ്പം 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊള്ളട്ടെ. സ്റ്റീവ് ജോബ്സ് പ്രചോദിതനായത് പരമഹംസ യോഗാനന്ദ എഴുതിയ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പുസ്തകം വായിച്ചിട്ട് കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റെ മരണശേഷം മരണാനന്തര ചടങ്ങുകളിൽ എത്തുന്നവർക്ക് ആ പുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡെത്ത് സർവീസിൽ എത്തിയ ആൾക്കാർക്ക് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പരമഹംസ യോഗാനന്ദ എഴുതിയ പുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ആത്യന്തികമായി പറഞ്ഞാൽ ചിലർക്ക് ചില ലക്ഷ്യങ്ങളിലെത്താൻ മറ്റു ചിലർ പ്രചോദനമാകുന്നു. ചിലർക്ക് വഴികാട്ടാൻ ചിലർ എത്തുന്നു. അത് തന്നെയാണ് ലോകം, അത് തന്നെയാണ് ജീവിതം. ഇവിടെ സ്റ്റീവ് ജോബ്സിന് വഴികാട്ടിയായത് നീം കരോളി ബാബയുടെ ആശ്രമത്തിലേക്കുള്ള യാത്രയും പരമഹംസ യോഗാനന്ദയുടെ പുസ്തകവുമാണ്. എന്തൊക്കെ പറഞ്ഞാലും പ്രഭാഷകൻ തള്ളിയതുപോലെ സമാധി അടഞ്ഞ ബാബ എണീറ്റ് വന്ന് കടിച്ച ആപ്പിൾ എറിഞ്ഞുകൊടുത്ത് സ്റ്റീവ് ജോബ്സിന് സ്പാർക്കൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു അണികളുടെ ആവേശത്തിന് വേണ്ടി, കാണികളെ ഒന്ന് ഓളം തല്ലിക്കാൻ വേണ്ടി പറഞ്ഞ തള്ളുകളായിട്ട് നമുക്ക് കണക്കിലെടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. താങ്ക് യു.